അൻവർ റഷീദ്, അമൽ നീരദ്, റസൂൽ പൂക്കുട്ടി, സുഷിൻ ശ്യാം, ജാക്സൺ വിജയൻ ഇവരൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ. ഇനി സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫഹദ് ഫാസില്, ചെമ്പൻ വിനോദ്, ഗൗതം വാസുദേവ് മേനോൻ, ദിലീഷ് പോത്തൻ, സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, നസ്രിയ, വിനായകൻ ഇവരൊക്കെ സ്ക്രീനിൽ. 2020 ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന മാക്സിമം ഹൈപ്പ്. കൊറോണയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഞാൻ തിയേറ്ററിൽ കണ്ട ലാസ്റ്റ് മൂവി ആയിരുന്നു ട്രാൻസ്. 20/2/20, അതായത് ഫെബ്രുവരി 20-ാം തീയതിയാണ് ഈ പടം റിലീസായത്. ആ ഡേറ്റ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അമൽ നീരദാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തത്. അതുകൊണ്ട് തന്നെ വിഷ്വൽസ് ഒക്കെ നല്ല ഹോളിവുഡ് ടച്ച് ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന 2-3 സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഫഹദ് ഫാസിൽ ഒരു കോറിഡോറിൽ കൂടി ഇങ്ങനെ നടന്നു വന്നിട്ട് ഒരു കബ്ബോർഡിന്റെ ഡോർ ഇങ്ങനെ തുറക്കുന്ന ഒരു സീൻ ഉണ്ട്. ഡോർ തുറക്കുന്ന സമയത്താണ് നമ്മൾ ഇത്രയും നേരം ആ ഒരു ഷോട്ട് മിററിലാണ് കണ്ടുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കുക. ഇതേ എക്സാക്ട് സാധനം ഒരു ഇംഗ്ലീഷ് പടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു ട്രിക്ക് നല്ല രീതിയിൽ മലയാളത്തിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. സിനിമയിലെ റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള ഷോട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു. മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ അങ്ങനെ ചില ഷോട്ടുകൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കാണുന്നത്. ഹെവി, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ട്രാൻസ് മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഷോട്ട് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് വിനായകന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, തോമസ് ഊട്ടി എന്ന് പറഞ്ഞിട്ടാണ് ക്യാരക്ടറിന്റെ പേര്. ഈ വിനായകന്റെ മകള് മരിച്ച ശേഷം ഈ കഥാപാത്രം പാസ്റ്ററിനെ, ജോഷുവ കാട്ടിനെ കാണാനായിട്ട് ഇലകളെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പോയി ഒരു റബ്ബർ തോട്ടത്തിന്റെ നടുക്കൂടി നടന്നു പോകുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതൊരു ഏരിയൽ ഷോട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. ആ സീനിന്റെ മൊത്തം ഇമോഷനും ആ ഒരു ഒറ്റ ഷോട്ടിൽ തന്നെ വളരെ വിസിബിൾ ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു ഗംഭീര ഷോട്ടാണത്. ഇനി സിനിമയുടെ മ്യൂസിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയുടെ മൊത്തം മൂഡിനനുസരിച്ചിട്ടുള്ള മ്യൂസിക് ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സിനിമയുടെ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള ടൈറ്റിൽ ട്രാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും സിനിമയിലേക്ക് ഇന്നാകും. ഒരു ട്രാൻസ് മ്യൂസിക് അല്ലെങ്കിൽ അതിന്റെ ഒരു രസം ഉണ്ടല്ലോ, ഒരു ലൂപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് ഓഡിയൻസ് മൊത്തം ഇന്നാകും. അത് മാത്രമല്ല, ആ ട്രാക്ക് ചെയ്തിട്ടുള്ളത് വിനായകനായിരുന്നു. അപ്പൊ വിനായകൻ മ്യൂസിക് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് കേൾക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു നാടൻ പാട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു സാധനമാണ്. പക്ഷെ ഇത്രയും ഇന്റർനാഷണൽ ടച്ച് ഉള്ള ഒരു ക്വാളിറ്റി ഐറ്റം അയാൾ പടച്ചുവിടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഇനി ബാക്കിയുള്ള പാട്ടും മ്യൂസിക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെ മൂഡിനനുസരിച്ച് അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഫഹദ് ഫാസിലിന്റെ കിടിലൻ പെർഫോമൻസിൽ ഒരു പടം കൂടിയാണ് അത്. ആ ഒരു പെർഫോമൻസിനെ എലവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സുഷിൻ ശ്യാമിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മറ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇനി കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫും കുറച്ച് വീക്ക് ആയിട്ടുള്ള നാടകീയതയുള്ള ഒരു സെക്കൻഡ് ഹാഫും എന്ന് പറയേണ്ടി വരും. അതായത് ബിജു പ്രസാദിന്റെയും കുഞ്ഞന്റെയും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലൈഫും ബിജു പ്രസാദ് എന്ന മോട്ടിവേഷണൽ സ്പീക്കറിൽ നിന്ന് പാസ്റ്റർ ജോഷുവ കാട്ടൺ എന്ന ഒരു അത്ഭുത പ്രവർത്തികളൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയിലേക്കുള്ള ക്യാരക്ടർ ആർക്കൊക്കെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് എൻഗേജിങ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ, ഈ സൗബിൻ ഷാഹിറിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ, മാത്യൂസ് എന്നോ മറ്റാണ് ക്യാരക്ടറിന്റെ പേര്, ഇത് കയറി വരും. സൗബിൻ ഒട്ടും ചിരത്ത വേഷമായിരുന്നു അത്. അതായത് ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകന്റെ ഭാഷയോ ബോഡി ലാംഗ്വേജോ ഇതൊന്നും ഫോളോ ചെയ്യാനായിട്ട് സൗബിന് പറ്റിയിട്ടില്ല. അന്ന് മാത്രമല്ല, ഈ ജോഷുവ കാട്ടണും ഈ മാത്യൂസും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട്ലി ടോക്ക് അല്ലാതെ ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകൻ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന പോലെയൊന്നും നമുക്ക് തോന്നൂല. അത് വളരെ വീക്കായിരുന്നു. അതിനുശേഷം നസ്രിയുടെ കഥാപാത്രം കയറി വരുന്ന സമയത്തോടെ ഈ സിനിമ ഓൾമോസ്റ്റ് വീക്ക് ആയി കഴിഞ്ഞു. അതായത് ആവശ്യമില്ലാത്ത കുറെ ഡ്രാമകള്, നമുക്ക് ആ ഫസ്റ്റ് ഹാഫിൽ കണ്ടൊരു ഗ്രിപ്പും ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ഒരു സൈക്കോളജി ഒന്നും പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത പോലെ വരും. എന്ന് വെച്ചാൽ ചില കഥാപാത്രങ്ങളൊക്കെ എഴുതി നല്ല പീക്കിലെത്തിച്ചിട്ട് അതിനൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വല്ലാണ്ട് ലാഗ് അടിച്ചു വരുന്നത് പോലെ നമുക്ക് തോന്നും. സിനിമ തീരുന്നതിന് ഏകദേശം 50 മിനിറ്റ് മുമ്പാണ് വിനായകന്റെ കഥാപാത്രം കയറി വരുന്നത്. ആ ക്യാരക്ടർ, അയാളുടെ ഫാമിലി, ആ കഥ പറഞ്ഞിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഭയങ്കര ഹോണ്ടിങ്ങും ടച്ചിങ്ങും ആണ്. പക്ഷെ അത്രയും ലോ പ്രൊഫൈലിൽ നിൽക്കുന്ന ഈ കഥാപാത്രം വെരി ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന, വെരി ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന ഐസക്കിനെയും സോളമനെയും എന്ന് വെച്ചാൽ നമ്മുടെ ചെമ്പനെയും ഗൗതം മേനോനെയും എങ്ങനെ റീച്ച് ചെയ്തു എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. നമുക്ക് ഒരിക്കലും കൺവിൻസിങ് അല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഒരു ഘട്ടത്തില് ഈ അവറാച്ചൻ, ദിലീഷ് പോത്തന്റെ കഥാപാത്രം ബിജു പ്രസാദിനോട് പറയുന്നുണ്ട്, അതായത് ഇപ്പൊ നമ്മൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള മൊത്തം സ്വത്തിന്റെയും അവകാശി നീയാണ്, നിന്റെ പേരിലാണ് ഇത് മൊത്തം ഉള്ളത്. നിനക്ക് ഐസക് ആരാണെന്നോ സോളമൻ ആരാണെന്നോ അറിയില്ല, അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താന്ന് പോലും അറിയില്ല, അവരുടെ ഒരു ഫോട്ടോ പോലും നിന്റെ കയ്യിലില്ല. സോ ഇത്രയും ഹൈഡ് പ്രൊഫൈലുള്ള വളരെ ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന രണ്ട് വില്ലന്മാരെ വളരെ ലോ ക്ലാസ്സിൽ നിൽക്കുന്ന വിനായകൻ എങ്ങനെ റീച്ച് ചെയ്തു എന്നുള്ളത് ഒട്ടും കൺവിൻസിങ് അല്ല. അവര് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അത്ര വിസിബിൾ അല്ല ഒരു റീച്ച് എന്ന് പറയുന്നത്. സോ അതൊരു വലിയ ഡ്രോബാക്ക് ആയിരുന്നു. ഫഹദ് ഫാസിലിന്റെ കിടിലൻ പെർഫോമൻസും നല്ല ടെക്നിക്കൽ സപ്പോർട്ടും മ്യൂസിക്കും ഒക്കെ ഉണ്ടായിട്ടും സെക്കൻഡ് ഹാഫിലെ തിരക്കഥയുടെ പോരായ്മ കൊണ്ട് വീക്കായി പോയ പടമാണ് ട്രാൻസ്. ഈ ആൾദൈവങ്ങളുടെ സ്റ്റോറിയൊക്കെ പല സിനിമകളുടെയും സബ് പ്ലോട്ട് ആയിട്ട് വരാറുണ്ട്. മിക്കവാറും ജഗതിയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ ചൈൽഡ്ഹുഡ്, അവരുടെ ലൈഫ്, ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഈ സിനിമയിലെ ബിജു പ്രസാദ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന് ജോഷുവ കാട്ടണിലേക്കുള്ള അയാളുടെ ഒരു ജേണിയും
അയാളുടെ ട്രോമയും അയാളുടെ എന്താണ് ഒരു ലൈഫും പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന അതായത് പുറത്ത് കടക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണിച്ചിരുന്നെങ്കിൽ അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിരുന്നെങ്കിൽ ഇതൊരു കൾട്ട് ക്ലാസ് ആയി മാറേണ്ട സിനിമയായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയായിട്ടുള്ള ഒരു പടമായിരുന്നു. ഞാൻ ഇടയ്ക്ക് റീവാച്ച് ചെയ്യാറുള്ള ഒരു പടം കൂടിയാണ് ട്രാൻസ്. സോ നമുക്ക് ആ പഴയ പടത്തിന്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്താണ് ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. ബൈ.